എന്തൊക്കെ PR പണി നടത്തിയാലും അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമുള്ളതാണ്. ഒന്നല്ല 2 മന്ത്രിമാർ കോട്ടയത്ത് അനാസ്ഥയുടെ ആ കോൺക്രീറ്റ് കൂമ്പാരത്തിന് മുന്നിൽ നടത്തിയത് ജീവൻ രക്ഷാ ദൗത്യമല്ല, ഐവാഷാണ്, കപ്പൽ രക്ഷാ ദൗത്യം. വിജയാഹ്ലാദത്തോടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരിന്റെ രുചിയുണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ? ആ മരണം അത് മന്ത്രി ഒന്ന് ഉരുട്ടിയിട്ടതല്ലോ എന്നൊരു നേതാവിന് ഇൻസെൻസിറ്റീവ് വായാടുത്തം കേട്ടിട്ടും ആ പാവം ജീവന്റെ നീതി ആവശ്യപ്പെട്ടുള്ള വിയോജിപ്പുകൾ, സമരങ്ങൾ, കരിങ്കൊടികൾ വല്ലാതങ്ങ് പൊള്ളിക്കലാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. സമരങ്ങളുടെ ഭൂതകാലങ്ങൾ, വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ മറന്ന് അധികാരവർഗമായി ഗ്രേഡ് മാറ്റം വന്ന സമരപ്പാർട്ടിക്ക് എന്തു കണ്ടാലും ചത്ത പോലെ കിടക്കുന്ന ഏറാൻമൂളി കൂട്ടങ്ങളാണ് ആഗ്രഹമെങ്കിൽ ആഗ്രഹം അട്ടത്തു വെക്കലാണ് നല്ലത്. ആ പാർട്ടി വിരട്ടും പാർട്ടി പത്രത്തിന്റെ സമരവിരുദ്ധ കൊട്ടേഷനും അങ്ങ് പള്ളി പറ. വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട് എന്നാ പറയൂ. ഈ ഒരു മരണവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം ചേർത്ത് ഞങ്ങള് ഇതിനെല്ലാം അങ്ങ് അവസാനിപ്പിച്ച് കളയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടാവുമല്ലോ. ആ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ എന്ന നിലയിൽ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അല്ലെങ്കിൽ അല്ലാത്ത വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നു. ആ മാർച്ചിന്റെ ഉദ്ദേശം എന്താണ്? ഒരു പ്രൊട്ടസ്റ്റായി പോയി, ഡെമോൺസ്ട്രേഷനായി പോയി ആ മന്ത്രിയുടെ വീട് കമ്പോട് കമ്പ് പൊളിച്ച് അവിടെ ഒരു കൊടിനാട്ടുക എന്ന ഉദ്ദേശമൊന്നും ആർക്കും ഇല്ലല്ലോ. സമരമായി അങ്ങോട്ടേക്ക് പോകും, അവിടെ ബാരിക്കേഡ് ഉണ്ടാകും, ബാരിക്കേഡ് മറികടക്കാൻ നോക്കും, അവിടെ ജലപീരങ്കി പ്രയോഗം ഉണ്ടാവും, അല്ലെങ്കിൽ ലാത്തിചാർജ്, പരമാവധി ലാത്തിചാർജ് ഉണ്ടാകും. അതും ഉണ്ടായില്ലെങ്കിൽ ബലം പ്രയോഗിക്കും. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അറസ്റ്റ് ചെയ്ത് കയറ്റിക്കൊണ്ട് പോകും. അത് നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കാണുന്നതല്ലോ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. പ്രത്യേകിച്ച് സനോജിന് അത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് സമരമുഖങ്ങളിൽ സനോജ് ഉണ്ടായിരുന്നതല്ലേ. അപ്പൊ അതിന് ഡിവൈഎഫ്ഐ ഇറങ്ങണോ? പോലീസിൽ ഉണ്ടല്ലോ കേരളത്തിൽ. ശരിയായിട്ട് അടുപ്പിൽ ഊതാൻ അറിയോ നിനക്ക്? എന്താണ് അതിന്റെ യോഗ്യത? പാടുവിട്ടിക്കരുത്. ചാണ്ടിയുമ്മൻ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത് ചികിത്സിക്കാൻ പണമുള്ള ഒരുത്തൻ ഇപ്പോഴും പോകുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്ക് തന്നെയാണ്, മെഡിക്കൽ കോളേജിലേക്കല്ല. മെഡിക്കൽ കോളേജിൽ വരുന്നത് ഒരു ഗതിക്ക് പരഗതിക്ക് വഴിയില്ലാത്ത പാവ മനുഷ്യരാ. ഇതിനകത്ത് സൗജന്യ ചികിത്സ എന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാ? 300 രൂപ മാത്രം ദിവസക്കൂലി കിട്ടുന്ന ഒരു വ്യക്തിയുടെ ചികിത്സയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത് 3,40,40,000 രൂപയാണ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാരുണ്യ പദ്ധതി ഉണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് എവിടെയാ? ഈ സർക്കാർ വേൾഡ് ക്ലാസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യത്തിനും ചികിത്സയ്ക്ക് തുക മേടിച്ചുകൊണ്ടിരിക്കുക, രൂപ മേടിച്ചുകൊണ്ടിരിക്കുക, പ്രൈസ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ സർക്കാർ. എന്നിട്ട് പറയുകയാണ് മെഡിക്കൽ കോളേജ് സൗജന്യം. അവിടെ തന്നെ നമുക്ക് അറിഞ്ഞൂടെ 3,40,000 രൂപയുടെ ബില്ല് എങ്ങനെ കിട്ടുന്നത്? എവിടെയാ സൗജന്യം? പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാരനാണ് ഇത്? ആളുകളുടെ കണ്ണിൽ പൊടി ഇടുവാനുള്ള ശ്രമം. പാർട്ടി പത്രം എഴുതിയാൽ സൗജന്യ ചികിത്സ ആയി കിട്ടും. ഇവിടെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ എല്ലാ ഓപ്പറേഷനും നിർത്തിവെക്കേണ്ട സാഹചര്യം വന്ന അവിടുന്ന് പലരെയും പറഞ്ഞു വിട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഭക്ഷണം കൊടുക്കുന്നവർ പറയുന്ന പലരും ഇന്ന് വരുന്നില്ല എന്നുള്ളത് വരെ പറയുന്നുണ്ട്. ഈ ഗവൺമെന്റിന്റെ മെഡിക്കൽ കോളേജ് ഇന്ന് സൗജന്യം എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഈ ഗവൺമെന്റ് 9 വർഷക്കാലം കൊണ്ട് സൗജന്യമായ എല്ലാം എടുത്തു കളഞ്ഞ് എല്ലാ കാര്യത്തിനും പൈസ മേടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ജനങ്ങളുടെ മുന്നിൽ ഇത് അധികാരികളുടെ മുന്നിൽ ഇത് കൊണ്ടുവരണ്ടേ? ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? ഞങ്ങൾ മിണ്ടാതിരുന്നാ പറയും ഞങ്ങള് ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നു എന്നാ പറയുന്നത്. ഇന്ന് എനിക്കെതിരെ ആരോപണം വരുന്നത് ഞാൻ മിണ്ടാതിരുന്നു എന്നാ പറയുന്നത്. ഞങ്ങൾ അവിടെ പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഇത്രയെങ്കിലും സംഭവിച്ചതെന്ന് അധികാരപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കാരണം ആധികാരികമായി പറയാൻ സാധിക്കും എന്താണ് അവിടെ നടന്നത്. ഞങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴും അനങ്ങാതെ നിൽക്കുന്ന ഒരു സംവിധാനത്തെയാണ് അവിടെ കണ്ടത്. അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. ഞങ്ങൾ ചോദിക്കുന്നു എന്താ ഇവിടെ സംഭവിക്കുന്നത്, എപ്പോഴാണ് റെസ്ക്യൂ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. ഒറ്റപ്പെട്ട ബിൽഡിംഗ് ആണെന്നുള്ള നെഗറ്റീവ്, അവിടെ ആരുമില്ല എന്നുള്ള നെഗറ്റീവ്. എന്നെ സംശയിക്കരുത്. വ്യാജ നരേറ്റീവ് ഉണ്ടാക്കി കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാൻ ഉള്ള ശ്രമം, അങ്ങനെയുള്ള ശ്രമം നടന്ന ഒരു സമയം കൂടിയാണ് ഈ ഗവൺമെന്റിന്. അപ്പോൾ ഞങ്ങൾക്കത് ജനങ്ങളോട് പറയണ്ടേ ഇങ്ങനെ വ്യാജ നരേറ്റീവ് ഉണ്ടായി എന്നുള്ളത്? അത് പറഞ്ഞാൽ ഞങ്ങൾ അധികാര കൊതിയന്മാരായോ അധികാര ഭ്രാന്തന്മാരായോ? ഞങ്ങൾ ജനങ്ങളോട് സത്യം പറഞ്ഞു. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. എന്താ നമ്മുടെ പേര്?
അനിൽകുമാർ. ബഹുമാനപ്പെട്ട ചാണ്ടിയുമ്മന്റെ അഭിവന്ദ്യ പിതാവ് കേരളം ഭരിക്കുമ്പോഴാണ് ഒരു റിപ്പോർട്ട് ആരോഗ്യവകുപ്പിൽ കിട്ടിയത്, പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. 3 കൊല്ലം പിന്നീട് അധികാരത്തിൽ ഇരുന്നിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ അതിൽ അടങ്ങിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് മെഡിക്കൽ കോളേജിന് അവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും നവീകരിക്കുന്നതിലേക്ക് പണം എത്തിക്കുക എന്നുള്ളതായിരുന്നു 9 കൊല്ലക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ദൗത്യം. ആദ്യ പിണറായി സർക്കാർ 200 കോടി രൂപയുടെ വികസനമാണ് അവിടെ നടപ്പാക്കിയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് 600 കോടിയിൽ താഴെ രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ സംസ്ഥാനത്ത് ഒരു സർക്കാർ അധികാരത്തിലുണ്ട്. 3 വർഷം വെറുതെ ഇരുന്നതിനെ കുറ്റം പറയുമ്പോൾ 9 വർഷമായി അധികാരത്തിലെടുത്ത ഒരു സർക്കാർ, അതിന്റെ പിന്നാലെ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സാധു സ്ത്രീ മരിച്ചു പോയതിന് പിന്നാലെ ഇനി ഉമ്മൻചാണ്ടി കുറ്റം പറയുന്നത് പര്യാപ്തമാണോ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. അവിടെ ഒരു മെഡിക്കൽ കോളേജിനകത്ത് 9 കൊല്ലത്തിനിടയിൽ 1-2 പിണറായി സർക്കാരുകൾ 900 കോടി രൂപയുടെ 800 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ച് നിർമ്മാണം നടക്കുന്നു. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഈ മൂന്ന് കെട്ടിട മുറികൾ ആ പറയുന്ന 3 വാർഡുകൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പുതുതായി ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള 8 നിലയുള്ള സർജിക്കൽ ബ്ലോക്ക് കാണാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഏറ്റവും ശീതീകരിച്ച, ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലോ സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലോ മറ്റ് ആരോഗ്യ സംവിധാനങ്ങളിലോ യാതൊരു തരത്തിലുള്ള മുന്നോട്ട് പോക്കുമില്ല എന്നും അവിടെ ഒന്നും വികസനം വന്നിട്ടില്ല എന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും ഇതിന്റെ പ്രശ്നം അവിടെ ഫിറ്റ്നസ് ഇല്ലാത്തൊരു കെട്ടിടം 10-12 വർഷമായിട്ട് നിലനിൽക്കുന്നു. എന്താണാടാ അത് അപകടകരമായ അവസ്ഥയിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ 9 വർഷമായിട്ടെങ്കിലും സംസ്ഥാന സർക്കാരിലാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ആരോഗ്യമന്ത്രിയുടെ രാജി എന്ന പ്രതിപക്ഷ ആവശ്യത്തോടുള്ള മറുപടി എന്താണ് എന്നാണ്. വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട് എന്നാ പറയൂ. നമ്മുടെ കേരളത്തിലൊരു ഗവർണർ 2004 സർക്കാർ ആശുപത്രി പോയിട്ട് അണുബാധ വന്ന് ആശുപത്രിയിൽ നിന്ന് ഇൻഫെക്ഷൻ എടുത്ത് മരിച്ചത് കേരളത്തിൽ കേട്ടിട്ടുണ്ടോ? തന്നൊരു അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. ഗവർണർ സർക്കാർ ആശുപത്രിയിലെ വീഴ്ച കൊണ്ട് മരിച്ചിട്ട് മന്ത്രി രാജിവെച്ചോ? UDFന്റെ കാലത്ത് തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയി. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രാജിവെക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എന്ത് സംഭവം ഉണ്ടായപ്പോഴും എപ്പോഴും രാജിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. പക്ഷെ ആ കെട്ടിടം അപകടാവസ്ഥയിലാണെങ്കിൽ അത് പൊളിച്ചു നീക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മളുടെ മുന്നിലുള്ള ചോദ്യമാണ്. ഇനി അപകടാവസ്ഥയിലാണെങ്കിൽ അത് പൊളിച്ചു നീക്കാൻ വൈകുന്നുണ്ടെങ്കിൽ, ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ആളുകൾ കടന്നു ചെല്ലാതിരിക്കാനുള്ള സംവിധാനമെങ്കിലും ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതേ രീതി തുടരാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അധികാരത്തിൽ വന്നത്? വിജയാഹ്ലാദത്തോടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരിന്റെ രുചി ഉണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും. സർക്കാർ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും. ഇവിടുത്തെ പെൻഷൻകാരൊക്കെ ചത്തു മലച്ചു പോയാൽ കേരളം നന്നാകും. ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുമല്ലോ. നീ കുറെ നാളായി കഥനയായിട്ട് നടക്കണം. ഖജനാവ് കാലിയാകാതിരിക്കാൻ പെൻഷൻകാർ പെട്ടെന്ന് ചത്തുപോകണം. ഇങ്ങനെയൊക്കെ ധവളപത്രം ഇറക്കിയ ഒരു ശങ്കരനാരായണനെ ഓർക്കുന്നുണ്ടോ? എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ ഇത് ധവളപത്രത്തിലെ വാചകങ്ങളാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ കേൾക്കുമ്പോൾ മാലേപ്പറമ്പ് സ്കൂൾ കേട്ടിട്ടുണ്ടോ? വിൽക്കാൻ തീരുമാനിച്ചാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അവിടുന്ന് കേരളത്തെ കൈപിടിച്ചുയർത്തി ഇന്ന് കാണുന്ന നിലവാരത്തിലേക്ക് വികസിപ്പിച്ചെടുത്തപ്പോൾ ഒന്ന് നിർത്തണോ തന്റെ ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.